അല്ല നഴ്സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻ നമുക്ക് വന്നാലും നമ്മൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമില്ലാത്ത ഒരു പ്രൊഫഷൻ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക്, അല്ലെ? അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അതൊക്കെ ആവശ്യമാണ് നമുക്ക്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ടീം വർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓരോ കാര്യത്തിലും ഒരു നല്ല ലിസണർ ആയിരിക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ആ ഒരു അറ്റൻഷൻ കൊടുക്കുക, ആ രീതിയിലുള്ള ഒരു സ്കിൽസ് വേണം. അതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. പല രീതിയിലുള്ള സ്കിൽസ് നമുക്ക് നഴ്സിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഒരു സിമ്പതി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു എമ്പതി ഉണ്ടായിരിക്കണം, ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെയും നമുക്ക് നഴ്സിംഗ് പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട സ്കിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഇതൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, മേ ബി അറിയാത്ത കുട്ടികളും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളത്, നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും GNM അല്ലെങ്കിൽ BSc നഴ്സിംഗിനെ പറ്റി മാത്രമാണ് അറിയുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതും. ശരിക്കും ഒരു നോർമൽ പ്രോഗ്രാം പോലെ തന്നെ അതിന് വേറെയും സാധ്യതകളുണ്ട്. അതായത് 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം വരുന്നുണ്ട്, ഓക്സിലറി നഴ്സിംഗ് ANM എന്ന് പറയുന്നത്. അതിൽ 2 ഇയർ ഡിപ്ലോമയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ GNM, അത് പൊതുവായിട്ട് അറിയാവുന്നതാണ്. അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. അത് 3 ഇയർ ഡിപ്ലോമയാണ്. GNM എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ആണ്. അതിനകത്ത് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ്. 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ട് വരുന്നത് ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഈ BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഡിഗ്രി പ്രോഗ്രാം വരുന്നത്. അത് ഡിഗ്രി പ്രോഗ്രാമിന് ശേഷമാണ് ശരിക്കും കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ നേഴ്സ് ആയിട്ട് നമുക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം, ഇത് പലർക്കും സംശയമുള്ള സംഭവമാണ് കേട്ടോ. ഈ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതെന്താണ് ഈ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ഈ നമ്മൾ GNM എടുത്ത ഡിപ്ലോമ എടുത്ത കുട്ടികൾക്ക് അത് BSc നഴ്സിംഗ് ഡിഗ്രിക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ടുള്ള 2 വർഷത്തെ പ്രോഗ്രാമാണ് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഒരു ഡിഗ്രി പ്രോഗ്രാം ഒന്നുമല്ല. ഓൾറെഡി GNM ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, അത് ഡിഗ്രിക്ക് തുല്യമാക്കണം. അതിന് വേണ്ടിയിട്ട് 2 വർഷം കൂടി, അതായത് അപ്പം 3 വർഷത്തെ GNM ഡിപ്ലോമ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി 2 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും കൂടെ പഠിച്ചു കഴിയുമ്പോൾ BSc നഴ്സിംഗ് ഡിഗ്രിക്ക് തുല്യമാവുന്നു. ടോട്ടല് 5 ഇയേഴ്സ് വരും, പക്ഷെ അത് BSc നഴ്സിംഗ് ഡിഗ്രിക്ക് തുല്യമാവുന്നു. അതാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് എല്ലാ ഒരു ഡിഗ്രി പ്രോഗ്രാമിനും വരുന്ന ആ ഒരു അതിനുശേഷം വരുന്ന മാസ്റ്റേഴ്സ്, അത് നമുക്ക് നഴ്സിംഗിലും അവൈലബിൾ ആണ്. അത് MSc നഴ്സിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എമർജൻസി മെഡിസിൻ, സൈക്യാട്രി, അതുപോലെ ക്രിട്ടിക്കൽ കെയർ, ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്, സ്പെഷ്യലൈസേഷൻസ് അതിനകത്തുണ്ട്. അത് MSc നഴ്സിംഗിലാണ് വരുന്നത്. അത് 2 ഇയർ കോഴ്സ് ആണ് MSc എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് 4 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്ന MSc നഴ്സിംഗ് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് 2 ഇയർ ആണ് വരുന്നത്. ഈ MSc നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് ട്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്ത് വരുന്ന ഒരു സാധ്യത MPhil ചെയ്യാൻ പറ്റും. നഴ്സിംഗിൽ നമുക്ക് MPhil ചെയ്യാൻ പറ്റും. അതും 2 ഇയർ പ്രോഗ്രാം ആണ്. അവർക്ക് കുറച്ചും കൂടി ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണം എന്ന് താല്പര്യമുണ്ട്, നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ അവർക്ക് MPhil എടുക്കാവുന്നതാണ്. അതും ഒരു 2 ഇയർ പ്രോഗ്രാം ആണ്. ഇത് കഴിഞ്ഞാൽ PhD എടുക്കാനും പറ്റും നഴ്സിംഗിൽ. അതൊരു 5 to 6 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് PhD എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടതുണ്ടോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ആരും അൺമ്യൂട്ട് ചെയ്ത് പറയല്ലേ? ടീച്ചറെ, ഈ പോസ്റ്റ് ബേസിക് മെഡിസിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? കേട്ടില്ല. പോസ്റ്റ് ബേസിക് മെഡിസിൻ അല്ല, എന്താ നഴ്സിംഗ് അല്ലേ? അതെങ്ങനെ ചെയ്യാ? അത് രജിസ്റ്റർ ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാ? ആരാണ് ആ സർട്ടിഫിക്കറ്റ് തരിക? പോസ്റ്റ് ബേസിക് നമ്മൾ GNM ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയി, അല്ലേ? നമുക്ക് ഡിപ്ലോമ ആണെങ്കിലും നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആണ് നമ്മൾ GNM കിട്ടിക്കഴിയുമ്പോഴേക്കും.
അതിനുശേഷം നമ്മൾ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. ഈ 2 ഇയർ നെക്സ്റ്റ് വീണ്ടും ഒരു ഡിഗ്രി പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരിക. നമുക്ക് കേരളത്തില് പറയൂ. അത് ഓഫ്ലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ അല്ലെങ്കിൽ ഓൺലൈൻ ആണോ? ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും. അത് നിർബന്ധം പോകണം. ഞാൻ കേട്ടിടത്തോളം ചിലര് നഴ്സുമാര് പോവാറില്ല, അങ്ങനെയാണ് കേട്ടത്. കേരളത്തിന് പുറത്തുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയും ഉണ്ട്. നമുക്ക് എക്സാം എഴുതാൻ പോയാൽ മതി എന്നുള്ള രീതിയിൽ വരുന്നത് ഉണ്ട് നമുക്ക്. പക്ഷെ കേരളത്തിൽ നമുക്ക് LBSലാണ് വരുന്നത്. അതിന് നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസിന്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാം ആണ്. LBSന്റെ കെയർ ഓഫിലാണ് വരുന്നത് ടീച്ചറെ? അതെ, LBSലെ എൻട്രൻസ് എക്സാമിന്റെ ബേസിലാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ശരിക്കും പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നഴ്സിംഗ് ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഇപ്പൊ ഈ പോസ്റ്റ് ബേസിക്കിന്റെ കാര്യത്തിൽ മാത്രമേ പൊതുവെ ചെറിയൊരു ഡൗട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ നഴ്സിംഗിനെ പറ്റി ഒരു ഏകദേശ ധാരണ ഇപ്പൊ ഇത്രയും പറഞ്ഞതിനകത്ത് ആളുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എന്നെ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളിൽ പലർക്കും അറിയത്തില്ലാത്ത, എനിക്ക് കുറെ കുട്ടികളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. നമുക്ക് നമ്മുടെ നാട്ടില് ഇന്ത്യയില് നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നഴ്സിംഗ് എൻട്രൻസിന്റെ ബേസിൽ അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ നാട്ടിലായാലും നമ്മൾ പുറത്തായാലും ഏകദേശം നാട്ടിൽ നമുക്കൊരു 85,000 1,00,000-നകത്ത് റേഞ്ചിലാണ് നമ്മുടെ ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത് അല്ലെ. അത് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണെങ്കിൽ 22,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എന്നാൽ നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഈ പറയുന്ന ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 250 രൂപ മുതൽ ഇയർലി ഫീസിൽ, ട്യൂഷൻ ഫീസിൽ നമുക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റും. കേട്ടിട്ടുണ്ടോ അത്? 250 രൂപയ്ക്ക് നഴ്സിംഗ് പഠിക്കാം ഫീസ്, ഇയർലി ഫീസിലെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നോ മാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനവും ഉണ്ട് നമുക്ക്. അപ്പൊ 250 മുതൽ ഇയർലി നമ്മൾ ഒരു 6,000 രൂപ വരെയൊക്കെ ഫീസിൽ മാത്രം വരുന്ന സ്ഥാപനങ്ങൾ നമുക്ക് എൻട്രൻസ് എക്സാം ത്രൂ അഡ്മിഷൻ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നും, പലതും അവരുടേതായിട്ടുള്ള നഴ്സിംഗ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്, അതല്ലാതെ നീറ്റിന്റെ ബേസിൽ വരുന്നതുമുണ്ട്. ഇതിനകത്ത് കുറച്ച് സ്ഥാപനങ്ങളെ മാത്രമാണ് നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാല് ഒരു 70,000-ഓളം 80,000-ഓളം കുട്ടികൾ ഓരോ വർഷവും നഴ്സിംഗിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വെറും എന്താ പറയാ 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത്രയും സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു 7-8 ഇരട്ടി കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നു. എന്നാല് നമുക്കൊരു അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇവർക്ക് ഈ നഴ്സിംഗ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടിയാൽ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, 22,000 രൂപ ട്യൂഷൻ ഫീസ് തന്നെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഫീസ് എന്തായാലും വരുമല്ലോ. പക്ഷെ അവർക്ക് കുറച്ചുകൂടി അവരൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ചെറിയ ചെലവിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് സീറ്റുകൾ അവൈലബിൾ അല്ല. അതിനകത്ത് നമുക്ക് ശരിക്കും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ സ്ഥാപനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഇപ്പൊ കുറച്ച് സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എയിംസ് ആണ്. പിന്നെ PGIMER വരുന്നുണ്ട്, അതുപോലെ ജിപ്മർ വരുന്നുണ്ട്, പിന്നെ മിലിറ്ററി നഴ്സിംഗ് AFMC വരുന്നുണ്ട്, പിന്നെ ജാമിയ ഹംദർദ്, നിംഹാൻസ്. ഈ ഒരു 6 സ്ഥാപനങ്ങളെയാണ് ഞാൻ ഇന്നിപ്പോ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് നോക്കാം. ഈ എയിംസ് എന്നുള്ള കാര്യം, എയിംസിന്റെ എൻട്രൻസിനെ പറ്റിയൊക്കെ കുറച്ചെങ്കിലും ഒക്കെ ആളുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എയിംസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഈ എയിംസിൽ നമുക്ക് BSc നഴ്സിംഗ് പ്രോഗ്രാംസും പാരാമെഡിക്കൽ പ്രോഗ്രാംസും വരാറുണ്ട്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു 3 പ്രോസസ്സിലൂടെയാണ് വരുന്നത്. അതായത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ, നമ്മൾ നോർമലി ഒരു എൻട്രൻസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിൽ നിന്ന് മാറി ഇതിനകത്തൊരു കോഡ് ജനറേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അതായത് ഒരു 2-3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലുള്ള പ്രോസസ്സാണ്. ഇപ്പൊ ഈ ബേസിക് രജിസ്ട്രേഷൻ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും.
അത് കഴിഞ്ഞിട്ട് ഈ കോഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ബേസിക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ ഒരു കോഡിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഫൈനൽ രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ്സ് വരുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, ഈ നഴ്സിംഗ് എൻട്രൻസ് എക്സാംസിൽ അല്ലെങ്കിൽ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും കൂടുതൽ സീറ്റ്സ് വരുന്നത് നമുക്ക് എയിംസിലാണ്. അതായത് 1231 സീറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോ നമുക്ക് നാട്ടില് 300-ലും ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ കിട്ടുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് ഒരു 95 to 98% എങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ശരിക്കും ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതില് നമുക്ക് ഫീസ് വരുന്നത്, ഈ ഫീസ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മളെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീസാണ് കേട്ടോ. അത് 2000 രൂപ ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പോർട്ടൽ കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. eimsexams.ac.in എന്നുള്ള ആ ഒരു പോർട്ടലിൽ കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ഒരു എൻട്രൻസിന്റെ പാറ്റേൺ കൂടി പറയുന്നുണ്ട്. അതായത് പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാംസിലെല്ലാം അയ്യോ ഇതിനകത്ത് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് ഒരു 80% കൂടുതലെങ്കിലും മാർക്ക് വേണം, അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് മാർക്ക് പറയുന്നത് എയിംസിലാണ്. അത് 55%. അതിന് താഴേക്ക് വരുന്ന 50%, 45% ഒക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത്. പക്ഷെ എഫേർട്ട് ഇടണം, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാലേ കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള വലിയ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവം അല്ല. ഇതില് 55% മാർക്ക് ഇംഗ്ലീഷിനും ഫിസിക്സ് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷും കൂടി നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇംഗ്ലീഷും കൂടെ നോക്കുന്നുണ്ടായിരുന്നു, കേരളത്തിലും. പക്ഷെ ഇപ്പൊ 2 വർഷം കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാത്രമേ മാർക്ക് നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ആണ് എലിജിബിലിറ്റിയിൽ വരുന്നത്. 55% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമേ വരുന്നുള്ളൂ. എക്സ്ട്രാ വരുന്നത് GK മാത്രമാണ്. അപ്പൊ കുറച്ച് ജനറൽ നോളജും ഉണ്ട്. നമ്മൾ ഈ +1-ലും +2-ലും ഈ കുട്ടികൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി ഇരുത്തി പഠിച്ച്, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് എന്നുള്ള രീതിയിൽ തന്നെ കാര്യമായിട്ട് ഒന്ന് പഠിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഒരു 2 മണിക്കൂർ നേരത്തിലുള്ള ഒരു 2 മണിക്കൂറായിരിക്കും ഡ്യൂറേഷൻ. എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആയിരിക്കും. ഒറ്റ ഒരു ഇത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന സിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ എഴുതണം. നമുക്കിവിടെ തിരുവനന്തപുരം, കോട്ടയൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാ സിറ്റീസിലും തന്നെ ഉണ്ട്. എയിംസിന്റെ കാര്യം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? മിസ്സേ, ഓ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാ? അതിന്റെ മോളിപ്പം +2 ആണോ പഠിക്കുന്നത്? അതെ, +2 ആ. ഓക്കെ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ. ഓക്കെ. നമുക്ക് ഇവിടെ എല്ലാം സെപ്റ്റംബർ കൊണ്ട് നമുക്ക് ഏകദേശം എന്താണ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ഓഗസ്റ്റ് ടൈമിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അതിന് മുമ്പായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെയായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരിക. ഓക്കെ. ടീച്ചർ +2 പഠിക്കുമ്പോഴാണ് അപേക്ഷ കൊടുക്കണ്ടേ? നമ്മുടെ അല്ലല്ല, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ എക്സാമിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻസ് വരിക. നമുക്ക് മാർച്ചിൽ എക്സാം കഴിയുമല്ലോ. അതിന് ശേഷം വരിക. മെയ്ക്ക് ശേഷമാണ് ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരിക. റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും. ചില എക്സാമുകൾ നീറ്റ്, JEE പോലുള്ള എക്സാമുകൾ നമ്മൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ. ആ സമയത്താണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻസ് വരിക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് പരിചയപ്പെടാം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലേ 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇയർലി ഫീസിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുമെന്ന്. അത് ഞാൻ പറഞ്ഞത് ഈ ഒരു PGIMER തന്നെയാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് ചണ്ഡീഗഡിലാണുള്ളത്. പക്ഷെ അവിടെ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. 93 സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഇയർലി ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ചെലവുകൾ എല്ലാം, അതായത് ഒരു റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹോസ്റ്റൽ ഡെപ്പോസിറ്റും ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു 10,000 രൂപ മാത്രമാണ് അതിനകത്ത് മൊത്തത്തിൽ നമുക്ക് എക്സ്പെൻസ് വരിക. ചെറിയ ഫീസുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും നല്ലൊരു സ്ഥാപനത്തില് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് സ്റ്റൈപ്പൻഡ് തന്നു തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ.
അത് എത്ര എമൗണ്ട് എന്നുള്ളത് ഡിപ്പെൻസ്. എങ്കിലും നമുക്ക് ആ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്നതിനേക്കാൾ നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചെറിയ ചെലവിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഇതിനകത്ത് വരുന്നത് നമുക്ക് 50% മാർക്കാണ്. അത് ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എല്ലാത്തിനും കൂടിയും പിന്നെ എല്ലാം പാസ്സായിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് നമുക്ക് സെപ്റ്റംബർ വെച്ചിട്ടാണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഓരോ എൻട്രൻസിനും അപ്ലൈ ചെയ്യുമ്പോൾ December 31st വെച്ചിട്ട് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻട്രൻസ് ഉണ്ടാവാം. ഇതുപോലെ. പക്ഷെ ഈ PGMER മാത്രം September 1st വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏജ് ലിമിറ്റ് നമുക്ക് ശരിക്കും September 1st നമുക്ക് ഈ 17 വയസ്സ് കഴിയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് വരുന്നത്. അത് നമ്മളൊന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മുടെ പെൻ ആൻഡ് പേപ്പർ മോഡ് അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് വരും. അത് ഒരു 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷും GKയും കറണ്ട് അഫയേഴ്സും കൂടെ വരുന്നുണ്ട്. 250 രൂപയ്ക്ക് നമ്മളെ പഠിപ്പിക്കുന്നല്ലേ, അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഉണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷിനും കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം ഈ 100 ക്വസ്റ്റ്യൻസിനകത്തുനിന്നാണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം വരുന്നുണ്ട്. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് 0.25 ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ ഒരു സ്ഥാപനത്തിലെ എൻട്രൻസിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് 17 വയസ്സ് കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നത് മാഡം? എന്തോ ഇത് 17 വയസ്സ് കഴിഞ്ഞ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത് PGIMER? അതായത് September 1st ബേസ് ചെയ്തിട്ട് 17 വയസ്സായിരിക്കണം എന്നുള്ളതാണ്. 17 വയസ്സ് September 1st. അപ്പൊ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ നോക്കണം. അത് ആകാൻ പാടില്ല എന്നുള്ളത്. നോട്ട് മോർ ദാൻ 17 years on September 1st. ക്ലിയർ ആണ്. 17 വയസ്സ് തികയണം എന്നാണോ അല്ലെങ്കിൽ 17 വയസ്സിന് മുമ്പാണോ ഉദ്ദേശിക്കുന്നത്? 17 വയസ്സ് കഴിയാൻ പാടില്ല. അതായത് ഇപ്പൊ അടുത്ത വർഷത്തേക്കാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ +2-ലാണെങ്കിൽ അടുത്ത വർഷത്തേക്ക്. അപ്പൊ 2025 September 1 17 വയസ്സ് കഴിയാൻ പാടില്ല. നോട്ട് മോർ ദാൻ 17 years എന്നാണ്. 17 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ +2-ൽ തന്നെ ശരിക്കും അപേക്ഷ കൊടുക്കണം. 16 നമ്മൾ 15-ൽ 10ാം ക്ലാസ് ആയും 14 +1 17 +2 ആണല്ലോ. അതെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേർക്കൊന്നും ഇത് പറ്റത്തില്ല. +2 17 വയസ്സ് പൂർത്തിയാൽ കഴിയില്ല. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ടോ? എന്തോ എയിംസ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ടോ? എയിംസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഞാനത് നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാ. അതും ഇതുപോലെ 17 വയസ്സ് കഴിയാൻ പറ്റൂല? ഇല്ല. അതിന് അങ്ങനെ പറയുന്നില്ല. ഏജ് ലിമിറ്റ് എക്സ്ട്രാ പറയുന്നില്ല. നമുക്ക് നോർമലി അപ്ലൈ ചെയ്യാം. അത് December 31st ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ നമുക്ക് ജിപ്മറിലേക്ക് പോവാം. ജിപ്മർ എന്നുള്ളത് പലരും കേട്ടിട്ടുള്ളതായിരിക്കും. അതായത് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ജിപ്മർ എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. ജിപ്മറിൽ നമുക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാംസ് ഒന്നും ഇല്ല. അത് നമ്മൾ നീറ്റ് UG ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എയിംസിന്റെ ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആണ്. ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസമാണ് ശരിക്കും, ഒക്ടോബറിലാണ് ശരിക്കും അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നത്. ഒരു അപ്ലൈ ചെയ്യാനായിട്ട് നേഴ്സിംഗിനും പാരാമെഡിക്കലിനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ആ ഒരു ടൈമിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഇത് കണ്ടോ, അതായത് 17 years ഓൺ ഓർ ബിഫോർ 31st December ബേസ് ചെയ്തിട്ടാണ് അവിടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം ജിപ്മറിലാവുമ്പോൾ. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതിനകത്ത് 94 സീറ്റ് ഉള്ളതിൽ ഇതിൽ നമുക്ക് ഫീമെയിലിൽ 85 സീറ്റും മെയിൽ കാൻഡിഡേറ്റ്സിന് 9 സീറ്റും ഉണ്ട്. അപ്പൊ 9 സീറ്റ് ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് വരുന്നില്ല. കുറച്ച് നല്ല ഇപ്പൊ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതിനകത്താണെങ്കിലും 50% മാർക്സേ ആവശ്യമുള്ളൂ നമുക്ക് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി വരുന്നത്.
അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം പാസ്സായിരിക്കണം. ഒബ്വിയസ്ലി നമ്മൾ അത് വേണമല്ലോ. അതുകൂടാതെ നമുക്ക് കാറ്റഗറി വൈസ് വരുന്നതിനകത്താണെങ്കിലും നമുക്ക് മാർക്കിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോ ഫിസിക്കലി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനാണെങ്കിൽ 45% മാർക്ക് മതി. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 45% മാർക്ക് മതി. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 40% മാർക്ക് മതി. ജനറലും OBCയും EWSനും 50% മാർക്ക് വേണം. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്, അത് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഇത് മൂന്നിന്റെയും കൂടെ മാർക്ക് കൂട്ടുമ്പോൾ 50% വേണം എന്നുള്ളതാണ്. അതിനകത്ത് വേറെ എൻട്രൻസ് എക്സാം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നീറ്റിന് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് നീറ്റിന്റെ ബേസിലാണല്ലോ ഇപ്പം ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മതിയെന്ന്. അങ്ങനെയല്ല. ഇപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 360, 350 ആ ഒരു റേഞ്ചിലൊക്കെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ തന്നെ നഴ്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആകാൻ നോക്കാതെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അവിടെ ഈ 94 പേരിൽ ഒരാളാവാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഈ മിലിറ്ററി നഴ്സിംഗ്. ഈ മിലിറ്ററി നഴ്സിംഗിനെ പറ്റി ഒരുപാട് കുട്ടികൾ താല്പര്യപ്പെട്ട് ചോദിക്കാറുണ്ട്. അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ അതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനകത്ത് വേറെ എക്സ്ട്രാ 1 രൂപ പോലും നമ്മൾ ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് സ്റ്റൈപ്പൻഡ് തന്നും നമുക്ക് ജോലി ഉറപ്പ് തന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മിലിറ്ററിയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്, മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ച് അവിടെ തന്നെ നമ്മളെ സ്റ്റാഫ് ആക്കി അങ്ങ് എടുക്കുകയാണ്. അപ്പൊ ആ ഒരു വർഷം മുതൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന വർഷം മുതൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് 56,000 രൂപ വെച്ചിട്ട് നമുക്ക് സാലറി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അതിന്റെ സാലറി റേഞ്ച് ഒക്കെ മാറും. അപ്പൊ അത്രയും നല്ല രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കടുപ്പമാണ്. നമുക്ക് നല്ല കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 6 സ്ഥാപനങ്ങളിലായിട്ട് നമുക്ക് 220 സീറ്റുകൾ അവൈലബിൾ ആണ്. ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. 200 രൂപ ഫീസിൽ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 152 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആംഡ് ഫോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, മിലിറ്ററി നഴ്സിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈറ്റ് മസ്റ്റ് ആയിട്ട് നമുക്ക് 152 സെന്റിമീറ്റർ ഉള്ള കുട്ടികൾ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബാക്കിയുള്ള ഒന്നിലും നമ്മൾ പറഞ്ഞില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിരിക്കണം അല്ലെങ്കിൽ റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കണം എന്നൊന്നും, അല്ലെ? ബാക്കിയുള്ളതിനൊക്കെ ഇപ്പം നമുക്ക് NIOSലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ സബ്ജക്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് മിലിറ്ററി നഴ്സിംഗിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ളവരായിരിക്കണം. 50% മാർക്ക് പറയുന്നുള്ളൂ, പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ളവരായിരിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എക്സാം കൂടി ഉണ്ട്. ഇത് ബേസ്ഡ് ഓൺ ശരിക്കും നീറ്റ് UG ആണ് കേട്ടോ. അതായത് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ പോലും നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് കൂടെ ഉണ്ടാവും. അതായത് ഒരു 40 ക്വസ്റ്റ്യൻസ്, 80 മാർക്കിന്റെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് 0.5 നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. അരമണിക്കൂർ ടൈമിനുള്ളിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് വരുന്ന ആ ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്തിന്റെ ബേസിൽ നമ്മൾ ഈ 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തി. നമ്മൾ റെഗുലർ സ്റ്റുഡന്റ് ആണ്, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായതാണ്, 50% മാർക്ക് ഉണ്ട് ഇതിനെല്ലാം. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് UG ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ നീറ്റ് UG ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആപ്ലിക്കൻസിൽ നിന്ന് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നവരിൽ നിന്ന് നമുക്കൊരു ഇപ്പൊ ഈ പറഞ്ഞ 40 മാർക്കിന്റെ അരമണിക്കൂർ കൊണ്ട് 0.5 നെഗറ്റീവ് മാർക്കുള്ള ആ ഒരു CBT ഉണ്ട്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ്. അതായത് ടെസ്റ്റ് ഓൺ ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. TOGIGE എന്ന് പറയും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മളെ വീണ്ടും, അതായത് നമ്മളെ ഭയങ്കരമായിട്ട് സ്ക്രീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം മതി മിലിറ്ററിയിലേക്ക്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മള് എന്താ പറയുന്നത്, സൈക്കോളജിക്കലി നമ്മൾ ഫിറ്റ് ആണോ എന്നുള്ള കാര്യം കൂടെ അറിയണമല്ലോ. നമ്മൾ മെന്റലി ഫിറ്റ് ആണോ എന്നുള്ള കാര്യം കൂടെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട്
സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതായത് നമ്മുടെ ഏത് സാഹചര്യങ്ങളുമായിട്ടും നമുക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും. ഒരു മെഡിക്കൽ ബോർഡ് പറയുന്ന രീതിക്കനുസരിച്ചുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷമാണ് നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. ഇത്രയും പ്രോസസ്സിൽ കൂടി അരിച്ചരിച്ചരിച്ച് എടുക്കുന്ന കുട്ടികളെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരിക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മിലിറ്ററി നഴ്സിംഗിന് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത്. മിലിറ്ററി നഴ്സിംഗിന്റെ കാര്യം മനസ്സിലായോ? മാം ഇതില് ഐസൈറ്റ് എങ്ങനെയാ പറയുന്നത്? ഐസൈറ്റിന്റെ എന്തെങ്കിലും സ്പെക്സ് വെക്കുന്നത് കൊണ്ട് അത് ഉണ്ടാവും. ഐസൈറ്റിന്റെ എക്സ്ട്രാ എടുത്തിപ്പോ പറയുന്നില്ല, പക്ഷെ അത് പറ്റത്തില്ല എന്നുള്ളതാണെന്ന് എക്സ്ട്രാ എടുത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും 6/6 എന്തായാലും വേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും എന്താ സ്ക്രീൻ ചെയ്തിട്ട് എടുക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഹൈറ്റ് ആണ് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും മാർക്കുകള് നമ്മള് സ്റ്റിച്ച് ഇട്ടതിന്റെ മാർക്കുകളോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും കുഴപ്പമില്ല. നമുക്ക് അത് അങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് അതിനകത്ത് വരുന്ന ഒരു സ്കാർ എന്ന് പറയുന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണെങ്കിൽ നമുക്ക് അതിനൊന്നും പ്രശ്നമൊന്നും പറയുന്നില്ല. ഹൈറ്റ് മാത്രമാണ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഈ മെഡിക്കൽ ബോർഡിന്റെ ഇതിൽ വരുമ്പോഴേക്കും ഇപ്പം ഐസൈറ്റിന്റെ ഇതില് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ഓക്കെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരായിരിക്കും തീരുമാനിക്കുന്നത്, ഈ മെഡിക്കൽ ബോർഡ്. അതല്ലാതെ ഇപ്പം ഐസൈറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഹൈറ്റ് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ മാം. അപ്പോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അതിനകത്തും ഈ ജാമിയ ഹംദർദ് ഇത് ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ എനിക്ക് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഈ ജാമിയ ഹംദർദിലെ നഴ്സിംഗിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് നീറ്റിന്റെ ബേസിൽ തന്നെ വരുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ ഹംദർദ്. അവിടെ ഈ ഒരുപാട് ഫീസ് കുറവ് വരുന്നില്ല എങ്കിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് ഇതിനകത്തെ മെച്ചം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്കോളർഷിപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്, എങ്കിലും നമുക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് അത്യാവശ്യം ചെറിയൊരു ചെലവിൽ നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്ഥാപനമാണ് ജാമിയ ഹംദർദ്. അവിടെ 2 ടൈപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഡിപ്ലോമ, ഇപ്പൊ ഇതുവരെ പറഞ്ഞിടത്തെല്ലാം BSc നഴ്സിംഗ് പിന്നെ MSc ഒക്കെ വരുന്നുണ്ടാവും, പക്ഷെ ഡിപ്ലോമ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതില് നമുക്ക് GNM വരുന്നുണ്ട്. അവിടെ ഈ GNM-ന് നമുക്ക് 70 സീറ്റ് അവൈലബിൾ ആണ്. പിന്നെ 60 സീറ്റ് നമുക്ക് BSc നഴ്സിംഗിനും അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് നീറ്റിന്റെ ബേസിൽ മാത്രമാണ്. നീറ്റിന്റെ ബേസിൽ നമുക്ക് അവരൊരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. അതിന്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ തരിക. അതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫൈഡ് എക്സാമിന്റെ ബേസിൽ, അതായത് +2-ന്റെ ബാക്കിയുള്ള മാർക്കിന്റെയും കൂടി ബേസിൽ. ഇപ്പം പറയുന്ന ക്രൈറ്റീരിയ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിന് 45% അഗ്രിഗേറ്റ് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ മാർക്ക് എത്രമാത്രം ഉണ്ടോ, അതുപോലെ നീറ്റിന്റെ മാർക്ക് സ്കോർ എങ്ങനെയുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. കാര്യം സീറ്റ് 60 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അഡ്മിഷൻസ് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യമായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ നീറ്റിന് നമ്മൾ കാര്യമായിട്ട് ട്രൈ ചെയ്താൽ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലെ നഴ്സിംഗിന് തന്നെ. നമുക്കൊരു സ്റ്റേറ്റുകളുടെ ഇപ്പം ആന്ധ്രാപ്രദേശ് പല സ്റ്റേറ്റുകളും നമുക്ക് നീറ്റിന്റെ ബേസിൽ അഡ്മിഷൻ തരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വേറുള്ള ഒരു സ്റ്റേറ്റിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു റിസർവേഷൻ ക്രൈറ്റീരിയ ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ പോയി പഠിക്കുന്നു. കർണാടകത്തിൽ പോയി പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എൻട്രൻസ് എഴുതി നമ്മൾ സീറ്റ് എടുത്താൽ പോലും നമുക്ക് അവിടുത്തെ റിസർവേഷൻ ആപ്ലിക്കബിൾ അല്ല. നമുക്ക് OBC-യുടെ റിസർവേഷനോ SC/ST-യുടെ റിസർവേഷനോ ഒന്നും നമുക്കത് തരത്തില്ല. പക്ഷെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലാവുമ്പോൾ നമുക്ക് അത്തരം റിസർവേഷൻസ് കൂടെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു മെച്ചം കൂടെ നമുക്ക് ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിംഹാൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ആളുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം അറിയത്തില്ല ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടെന്നോ ഒക്കെ. നമുക്കൊരു സ്പെഷ്യാലിറ്റി നഴ്സ്, അതായത് ഞാൻ നേരത്തെ MSc നഴ്സിംഗിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് പല സ്പെഷ്യലൈസേഷൻസ് എടുക്കാവുന്ന. അതിനകത്ത് നമുക്ക് സൈക്യാട്രിയിലും ന്യൂറോളജിയിലും ഒക്കെ സ്പെഷ്യലൈസേഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള
അത്രയും ഒരു ശ്രേഷ്ഠ സ്ഥാപനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരെണ്ണമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, നിംഹാൻസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ 35 സീറ്റുകളെ വരുന്നുള്ളൂ. എന്നാൽ കർണാടക ഡൊമിസൈൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി, കർണാടക സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഒരു 50 സീറ്റും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുട്ടി, അവിടെ പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് മിക്കവാറും ഈ 50 സീറ്റുകളിൽ പകുതിയിൽ താഴെ പോലും, അതായത് ഒരു 5-10 സീറ്റുകൾ മാത്രമേ കന്നഡ കുട്ടികൾ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. അവർക്ക് വളരെ കുറഞ്ഞ ഫീസിലൊക്കെയാണ് കൊടുക്കുന്നത്. എങ്കിൽ പോലും അത് കൂടുതലും മലയാളി കുട്ടികളാണ് ഫില്ല് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ 35 സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻട്രൻസ് ചെയ്തിട്ട് എനിക്ക് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ നമുക്ക് അതിന്റെ ആ 50 സീറ്റുകളും കൂടി, അതായത് ഈ കർണാടക കുട്ടികൾ വരാത്തപ്പോ അവർക്ക് സീറ്റ് ഫില്ല് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലും മലയാളി കുട്ടികളാണ്. അപ്പൊ മലയാളി കുട്ടികളാണ് കൂടുതലും അവിടെ പഠിക്കുന്നത്. നമുക്ക് വളരെ നല്ല എക്സ്പോഷർ കിട്ടുന്ന രീതിക്കുള്ള ഒരു സ്ഥാപനമാണ്. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ കുട്ടി അവിടെ കർണാടകയിലെ നഴ്സിംഗ് ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്? പറയാം അത് പറഞ്ഞു വരുന്നുണ്ട്. കേരളത്തിൽ തുടങ്ങിയില്ലേ? ക്ലാസ്സുകൾ കർണാടകയിൽ പല സ്ഥാപനങ്ങൾ അനുസരിച്ച്, അതായത് നവംബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ കാര്യം ചോദിച്ചേ? ഈ വർഷത്തെ കാര്യം. അതെ, നവംബർ 30 വരെ നീട്ടിയിട്ടുണ്ട് ഈ വർഷം. അതിനുശേഷം ആയിരിക്കല്ലേ ക്ലാസ് തുടങ്ങാം? അതെ. ഓക്കെ, ചില കേരളത്തിലെ ഏതെല്ലാം കോളേജിൽ അവൈലബിൾ ഇത് നഴ്സിംഗ്? ഇപ്പോഴാണോ? അടുത്ത വർഷം. അത് പറയാം. കേരളത്തിന്റെ വരുന്നുണ്ട്. കേരളത്തിന്റെ നമ്മൾ ലാസ്റ്റാ പറയുന്നത്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? മാം, നീറ്റ് ക്വാളിഫൈ ആവാൻ എത്ര മാർക്കാ വേണ്ടേ? അത് ഓരോ വർഷവും ഡിഫറെന്റ് ആണ് മോളെ. ഓക്കെ. അതായത് 50th പെർസെന്റൈലാണ് വരുന്നത്. അത് ഏതാണോ അത് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടും കൂടി ഇരിക്കും. അപ്പൊ നമുക്ക് നിംഹാൻസിൽ നീറ്റാണോ എൻട്രൻസ്? നിംഹാൻസിൽ നീറ്റ് അല്ല. നിംഹാൻസിൽ അവരുടെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിംഹാൻസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി നിലവിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. അവിടെ ഇന്റേൺഷിപ്പ് ടൈമിൽ അവര് ഒരു 15,000 അടുത്ത് 13,500 സംതിങ് ഒരു സാലറി ഉണ്ടാവും. ഇന്റേൺഷിപ്പിന് അവർക്ക് സാലറി ഉണ്ടാവും. അപ്പോ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷർ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരുപാട് ഫീസ് കുറവ് എന്ന് പറയുന്നില്ല. ഒരു ജനറൽ കാറ്റഗറി EWS ഒക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്താ പറയാ, ഒരു 53-55 ആ ഒരു റേഞ്ചിൽ ഫീസ് ഉണ്ടാവും. 55,000 പക്ഷെ ഇയർലി ഫീസാണ്. പക്ഷെ OBC അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 33,000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫീസ് കുറവാണെന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്, അത് നമ്മൾ നോർമൽ ഇവിടെ നമ്മൾ കേരളത്തിലോ നമ്മൾ കേരളത്തിന് പുറത്തോ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനേക്കാളും ആ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. ഇവിടെ നമുക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഏജ് 17 മുതൽ 25 വരെ. ഇപ്പൊ നീറ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല, ഇനിയിപ്പം മെഡിസിൻ എന്നുള്ളതൊക്കെ ഉപേക്ഷിച്ചു, അതായത് MBBS-നൊന്നും പോകാൻ താല്പര്യമില്ല, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജിനെ വെച്ചിട്ട്. അപ്പോ അത് 25 വയസ്സിന് ഇടയ്ക്ക് ആയിരിക്കണം, അതായത് 17-നും 25-നും ഇടയ്ക്ക് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, കർണാടകയിലൊക്കെ നോർമലി നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമുക്ക് ആ ഒരു ഏജ് റിലാക്സേഷനോ അതുപോലെ ഇതുപോലെയുള്ള എന്താ പറയാ കമ്മ്യൂണിറ്റി റിസർവേഷനോ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏജ് റിലാക്സേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ ഈ ഒരു ഇതിന് ഇടയ്ക്കുള്ള കുട്ടികൾ 3 വർഷം, OBC ആണെങ്കിൽ 3 വർഷവും, EWS SC/ST ഈ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് വരുന്നവർക്ക് 5 വർഷം. അപ്പൊ ഇത്രയും റിലാക്സേഷൻസും കൂടി അവൈലബിൾ ആണ്. അപ്പൊ നോക്കൂ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. ഇതാണെങ്കിൽ 45% മിനിമം മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമാണ് നിംഹാൻസ് എന്ന് പറയുന്നത്. അതിന് അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 1.5 മണിക്കൂർ കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് അതിനകത്ത് മൈനസ് മാർക്ക് ഉണ്ട്, അതായത് 0.25 മൈനസ് മാർക്ക് ഉണ്ട്. അതാണ് നമുക്ക്
നിംഹാൻസിന്റെ കാര്യം പറയാനുള്ളത്. ഒരു കർണാടകയുടെ എൻട്രൻസ് എക്സാം, അതായത് കഴിഞ്ഞ വർഷം മുതലാണ് അത് ഇത്രയും സീരിയസ്ലി കുട്ടികളും പേരൻസും ഒക്കെ നോക്കി കാണാൻ തുടങ്ങിയത്. കർണാടകയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. നോർമലി അവർക്ക് KCET ഉണ്ടായിരുന്നു, കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് BSc നഴ്സിംഗിന് മാത്രമല്ല ബാക്കിയുള്ള അതായത് എഞ്ചിനീയറിംഗിനും ബാക്കിയുള്ള നമ്മൾ കീം ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർക്ക് KCET ഉണ്ടായിരുന്നത്. അത് അതിന്റെ കൂട്ടത്തിൽ അവർ നഴ്സിംഗും കുറച്ച് പാരാമെഡിക്കൽ കോഴ്സുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. പക്ഷെ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ത്രൂ നമുക്ക് നഴ്സിംഗിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പുറത്തുള്ള കർണാടകയ്ക്ക് പുറത്തുള്ള കുട്ടികൾക്ക്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 45% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനകത്തുള്ള ഒരു മെച്ചം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതാണ്, നെഗറ്റീവ് മാർക്കില്ല. 80 മിനിറ്റ് വരുന്ന ഒരു ടെസ്റ്റ് ആണ്. അതായത് അതിന് മുമ്പുള്ള നമുക്കൊരു കൂൾ ഓഫ് ടൈം ഒഴിവാക്കി കഴിഞ്ഞാൽ 80 മിനിറ്റ് ആണ് ആ ഒരു ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3, അതായത് നമുക്ക് കീമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉണ്ട് KCET-യിൽ. പക്ഷെ നമ്മൾ ഈ 3 സബ്ജക്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ്. നഴ്സിംഗിന് നോക്കുന്ന കുട്ടികൾ ഈ 3 സബ്ജക്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതാണ് ഈ ഒരു കാറ്റഗറി, ഇതായത് കോമൺ എൻട്രൻസ് കർണാടകയുടെ നമ്മുടെ KCET എന്ന് പറയുന്ന BSc നഴ്സിംഗിനുള്ള എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ആ ഒരു എക്സാമിന് പാറ്റേണും വരുന്നത്. ഇനിയാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ കേരളത്തിൽ നമുക്ക് എൻട്രൻസ് എക്സാമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അഡ്മിഷൻ പ്രോസസ്സോ അല്ല നിലവിൽ നമുക്ക് ഉള്ളത്. അതായത് നഴ്സിംഗിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് നമ്മുടെ ക്വാളിഫയിങ് എക്സാം, അതായത് +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 2 വർഷം മുമ്പേ നമ്മുടെ ഇംഗ്ലീഷിന്റെ മാർക്കും കൂടെ നോക്കിയിട്ട് നമുക്കൊരു ഒരു സ്കോർ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിന്റെ മാർക്കിനെ മാത്രമേ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ പറയാ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്ക് ആകെപ്പാടെയുള്ള കുറച്ച് സീറ്റ്സിനകത്ത് നമുക്ക് പല രീതിയിലുള്ള സീറ്റുകൾ കൂടി വരുന്നുണ്ട് ഓരോ വർഷവും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇങ്ങനെ കുട്ടികളും പേരൻസും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് വരുന്ന, അതായത് 300-ൽ 300 മാർക്കും സ്കോർ ചെയ്യുന്ന ആ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോ ഈ 2 വർഷമായിട്ട്, അതായത് 2022-ന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് ശരിക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 95%-ന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക്, അതായത് OBC അല്ലെങ്കിൽ SC/ST റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ കുറച്ചൊരു മാർക്ക് കുറവാണെങ്കിലും കിട്ടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു കാറ്റഗറി റിസർവേഷൻ വെച്ചിട്ട് ബാക്കി ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കൊക്കെയും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു 75% മുതൽ 70-75% മുതൽ മാർക്കുള്ള കുട്ടികൾ വരെയും അവരുടെ പേരൻസും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും. അപ്പൊ നിങ്ങൾ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്, നഴ്സിംഗ് പഠിക്കണം, നഴ്സ് ആവണം എന്നാണ് താല്പര്യപ്പെടുന്നത്, അത് നിങ്ങൾ കൺഫേം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതായത് നമ്മളുടെ ആ ഒരു നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ഏത് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് LBSന്റെ സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഏത് സ്കോർ വരെയുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗിലായാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ആയാലും SMEകളിലൊക്കെ ആയാലും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ, നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാതെ, ഈ 70-75% മുതൽ മാർക്കുള്ള കുട്ടികൾ ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും കിട്ടും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് അവരുടെ ഒരു വർഷം കളയുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതെ വേറെ അഡ്മിഷൻ കിട്ടുന്ന ഏത് രീതിയിലാണോ ആ ഒരു രീതിയിലേക്ക് നോക്കുക. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ മാർക്ക് വാങ്ങിച്ച് എല്ലാവർക്കും ഇതുപോലെ എന്താ പറയാ വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളതും എൻട്രൻസ് ക്രാക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതും ഒന്നും എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഒരു 80%-ത്തിനടുത്ത് 70-75% ഒക്കെ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്കും നഴ്സിംഗ് പഠിക്കണം, മുമ്പോട്ട് അവർ നന്നായിട്ട് പഠിച്ചോളും എന്നുള്ള ഒരു ഉദ്ദേശത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥാപനങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിന് വെളിയിലാണെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ
ഓരോ സ്ഥലത്തും ഓരോന്നിന്റെ ബേസിലായിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും എന്താ പറയാ എൻട്രൻസ് എക്സാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിരുന്നില്ല. അപ്പൊ കേരളത്തിലേതുപോലെ തന്നെ അവർക്ക് ഡയറക്റ്റ് പോയി കേരളത്തിലേതുപോലെ ഒരു പ്രോസസ്സും അവിടെ ഇല്ല, ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ എടുക്കാം. പിന്നെ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അംഗീകാരമുള്ള സ്ഥാപനമാണോ എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ പഠിക്കുന്നത് ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനമാണോ എന്നുള്ളതും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരാളോട് പോയി പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറയുന്നു ഇത് INC അംഗീകാരമുള്ള സ്ഥാപനമാണ്, നിങ്ങൾ അത് വിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈവൻ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്ട്ലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് INC വെബ്സൈറ്റിൽ പോവുക. ഇപ്പോ നിലവിൽ ഒക്ടോബർ 31 വരെയും അപ്രൂവൽ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ കിട്ടും. അപ്പോൾ അത്രയും ചെറിയ രീതിയിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ പറ്റിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറ്റിക്കപ്പെടാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നത്? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ചില പേരൻസിന് വിദ്യാഭ്യാസം കുറവുള്ളതാണ് എന്ന് ചിലർ എക്സ്ക്യൂസ് പറയും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, +2 വരെ പഠിച്ചതിന്റെ ബേസിലല്ലേ, അവര് +2 പാസ്സായതിന്റെ ബേസിലല്ലേ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്, അതുപോലെ കർണാടകത്തിലാണെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്, തമിഴ്നാടിനാണെങ്കിൽ TNC ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുകളുണ്ട്. അതും നമുക്ക് ഈ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത്തരം രീതിയിലുള്ള അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടി പറയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സീറ്റ് കൂട്ടി വരുന്നുണ്ട് എന്ന് പറയാം. ഈ നവംബർ 4-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് ആകെപ്പാടെ ഇത്രയും സീറ്റുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 10,000 സീറ്റുകൾ തികയാൻ ഇനിയും സീറ്റുകൾ ആവശ്യമുണ്ട്. അതായത് 9197 എന്ന് പറയുന്ന ആ ഒരു ഫിഗർ ആണ് നമുക്ക് ടോട്ടലായിട്ട് സീറ്റ്സ് കേരളത്തിൽ നഴ്സിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഓരോ തവണയും ഒരു എല്ലാ വർഷവും 70-80 റേഞ്ചിൽ 70,000-80,000 റേഞ്ചിൽ കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട് നഴ്സിംഗിന് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾക്ക് സീറ്റിന്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ കേരളത്തിലെ കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഈ ഒരു രീതിയിലാണ് കേരളത്തിൽ വരുന്നത്. അതായത് നമുക്ക് നിലവിൽ 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളാണ് വരുന്നത്. അവിടെ 1060 സീറ്റുകൾ നമുക്കുണ്ട്. അതുപോലെ മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിൽ ഒരു 40 സീറ്റുകൾ നഴ്സിംഗിന് വരുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സിമെറ്റ് എന്ന് പറയും, അതിൽ 11 സിമെറ്റുകളിലായിട്ട് 660 സീറ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് NRI സീറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തവും ജനറൽ കാറ്റഗറിക്കുള്ള സീറ്റുകളല്ല. ഈ സിമെറ്റിന്റെ ഓരോ സിമെറ്റിലും നമുക്ക് 60 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് 51 സീറ്റുകൾ മാത്രം ജനറൽ കാറ്റഗറിയിലും 9 സീറ്റുകൾ NRI സീറ്റുകളുമാണ് വരുന്നത്. പിന്നെ ഈ 9 CPAS എന്ന് പറയുന്ന SMEകളിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. അത് 260 സീറ്റുകളാണ്. പിന്നെ കേപ്പിന്റെ വരുന്ന 50 സീറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 14 സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജുകളായിട്ട് ആണ് ബാക്കിയുള്ള 7127 സീറ്റുകൾ വരുന്നത്. അപ്പൊ ഒരു 2000 സംതിങ് സീറ്റുകൾ മാത്രമാണ് നമുക്ക് ഗവൺമെന്റ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് എത്രമാത്രം എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതിൽ കിട്ടുന്നതാണെങ്കിൽ പോലും നമുക്കിപ്പോ ഈ പറയുന്ന 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ, ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് കോളേജുകളുണ്ടല്ലോ. അപ്പൊ ആ നഴ്സിംഗ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ 22,000 രൂപ ഫീസ് കൊടുത്താണ്, ഇയർലി ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. ബാക്കി ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രായും വരും. പക്ഷെ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്താണ്, ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ നഴ്സിംഗിന് പോകണം എന്ന് താല്പര്യപ്പെട്ട് ഇപ്പോ എന്നെ കേൾക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ ശരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന നീറ്റിന്റെ ബേസിലുള്ള സ്ഥാപനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നഴ്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നു എന്നുള്ളത് വിട്ടിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കത് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ചെറിയ ചെലവിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ പേരൻസിനെ കുറച്ച് ഒരു ബേർഡൻ ഉണ്ടാക്കാതെ. നമുക്ക് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്കില്ലും പാഷനും ജോബ് മാർക്കറ്റ് ഡിമാൻഡും ഒക്കെ ഒരു
പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും ഈ ഫിനാൻഷ്യലി നമുക്കത് അഫോർഡബിൾ ആണോ എന്നുള്ളതും കൂടെ ഒരു വലിയ ഘടകമാണ്. പലരും ഇപ്പൊ നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞു 1,00,000 രൂപയ്ക്ക് അടുത്ത് ഫീസ് വരുന്നുണ്ട്. പുറത്ത് വരുന്ന നമുക്കൊരു മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഇയർലി ഫീസ് 3 ലക്ഷം 2.5 ലക്ഷം രൂപ വരെ വരുന്ന സ്ഥാപനങ്ങളുണ്ട്. ഫസ്റ്റ് ഇയറിലൊക്കെ 3-3.5 ലക്ഷം രൂപ ഫീസ് വരികയും രണ്ടാമത്തെ വർഷങ്ങളിലൊക്കെ 2-2.5 ഒക്കെ ഫീസ് വരുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നല്ല, അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ വന്നാലും നമുക്കതൊരു ബേർഡൻ ആവാതെ, നമുക്ക് പേരൻസിന് ഒരു ബേർഡൻ ആവാതെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ പലരും ചോദിക്കാറുണ്ട്, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതല്ലേ നല്ലത് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അതായത് നമ്മൾ സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അംഗീകാരങ്ങളാണ് പ്രധാനം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം, അതുപോലെ തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അത് ഏതാണെന്നുള്ളതും കൂടി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അണ്ടറിൽ വരുന്ന INC അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള എലിജിബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ സ്ഥാപനത്തിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഇപ്പം അവർക്ക് എന്താ പറയുന്ന മെഡിക്കൽ കോളേജ് അല്ല എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ അംഗീകാരങ്ങളും അഫിലിയേഷനും കാര്യങ്ങളും നോക്കുക. പിന്നെ നമ്മൾ പുറത്തുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ കേരളത്തിന് വെളിയിലുള്ളതാണെങ്കിൽ നോക്കുമ്പോൾ നമ്മൾ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അല്ലാണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മൾ തന്നെ പോയി കണ്ട് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു പ്രൊഫഷൻ മാത്രമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. ശരിക്കും അതൊരു ഇറ്റ്സ് എ കോളിംഗ് എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം നമ്മള് മാലാഖമാരെന്നൊക്കെ പറയുമ്പോഴും അവര് ഇതുപോലെ എപ്പോഴും അവരിങ്ങനെ കർമ്മനിരതരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവര് ചുമ്മാ എന്താ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അവര് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളെ ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെ അല്ല, അവർക്ക് ടിപ്പിക്കലായിട്ട് ചെയ്യാനുള്ള കുറെ ഡ്യൂട്ടീസ് കാര്യങ്ങളുണ്ട്. കുറെ പേരുടെ കഷ്ടപ്പാടാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അത് എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ എടുക്കുന്ന രീതിക്കനുസരിച്ചിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു നഴ്സിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമിൽ ഒരു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഈ പറയുന്ന പോലെ ഒരു ദിവസം രാത്രി എന്റെ അടുത്ത് കിടക്കുന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഒരു ഈ കാർത്തിക വിളക്ക് വെച്ച ടൈമില് അവർക്ക് ആൾക്കൊരു ചെറിയൊരു മെന്റൽ ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒത്തിരി അബ്നോർമൽ അല്ല, എന്നാൽ കുഴപ്പമില്ല, കുറച്ചൊന്ന് ഇതായിട്ടുള്ള ആളാണ്, സൈലന്റ് ആയിട്ടുള്ള ആളാണ്. എങ്ങനെയോ കൈ തട്ടി അവരുടെ ദേഹത്തോട്ട് ഈ വിളക്ക് വീണിട്ട് ഒരു പൊള്ളലുണ്ടായി. അപ്പൊ വേറെ പൊള്ളലൊന്നുമില്ല, ജസ്റ്റ് അവരുടെ ഒരു ചെസ്റ്റ് ഭാഗത്തിൽ ഒരു പൊള്ളൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ വീട്ടുകാർ വന്നു, അവര് അഡ്മിറ്റ് ആയി. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, അവര് സംസാരിക്കുന്നുണ്ട്, അവര് നടന്നാണ് ബാത്റൂമിലേക്കൊക്കെ പോണത്, കുഴപ്പമില്ല. അപ്പൊ അന്ന് വൈകിട്ട് ഞാൻ ഓർത്തിരിക്കുന്ന നഴ്സിന്റെ കാര്യം പറയുന്നതാണ്. അപ്പൊ അന്ന് വൈകിട്ട് ഡ്യൂട്ടിക്ക് വരുന്ന നഴ്സ് എന്ന് പറഞ്ഞാൽ തലേദിവസം വരെയുള്ള ആളല്ല, ഈ പേഷ്യന്റിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു നഴ്സാണ്. നോർമലി നമ്മൾ ആ ഒരു ലൈറ്റ് കാണിക്കുന്ന ആ ഒരു ടൈമിൽ ഈ പുള്ളിക്കാരി ലൈറ്റ് ഓഫ് ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പോ ഈ പേഷ്യന്റിന് ഒരു സൗണ്ട് വരുന്നുണ്ട്, അതായത് നമ്മൾ ഈ കൂർക്കം വലിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോ തലേദിവസവും അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ തലേദിവസം ഉണ്ടായിരുന്ന നഴ്സ് വന്ന് ജസ്റ്റ് നോക്കി പോയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഓരോ സമയത്തും ഈ ഫ്രീക്വന്റ് ആയിട്ട് ഈ നഴ്സ് വന്നിട്ട് ഇങ്ങനെ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് അവർക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരവസ്ഥ വരികയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു പോവുകയും ചെയ്തു. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അതിശയത്തോടു കൂടി, കാരണം അതിന്റെ തലേദിവസം വരെയും അത് പകലൊക്കെ ആണെങ്കിലും അവർ സംസാരിക്കുകയൊക്കെ ചെയ്താണ്, അപ്പോഴും അവർക്ക് ഈ ഒരു കുറുങ്ങൽ, ഒരു കൂർക്കം വലിക്കുന്ന ആ ഒരു ടൈപ്പ് ഒരു സൗണ്ട് അവർക്ക് ഉണ്ട്. പക്ഷെ ഈ ഒരു സാധനം
അവര് ശ്രദ്ധിക്കുകയും അതാണ് നമ്മളുടെ ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു താല്പര്യം മാത്രമല്ല, അതൊരു പ്രൊഫഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്നോ കണ്ടുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് നിന്ന് അവരുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അവരത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് മാക്സിമം ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെയും അവർ ചെയ്തത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്നെ മനസ്സിൽ ആ ഒരു നേഴ്സ് എപ്പോഴും ഉണ്ട്. പല നേഴ്സുമാരെ അല്ലാതെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കോളിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ഒരു ഉൾവിളിയാണ്, അല്ലാതെ ശരിക്കും ഒരു പ്രൊഫഷനായിട്ട് മാത്രം കാണേണ്ട ഒരു സംഭവം അല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. ഡ്യൂട്ടി ഉണ്ട്, ഇഷ്ടംപോലെ ഡ്യൂട്ടി ഉണ്ട്, കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാനുണ്ട്. നമുക്ക് ഡെഡിക്കേഷൻ വേണം, നമ്മളെ മാലാകമാരാണെന്ന് വിളിക്കുന്നത് പോലെയല്ല എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാധനത്തിനകത്ത്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊന്നും എപ്പോഴും തിയറിറ്റിക്കലി പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അന്നേരം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന വളരെ പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും നഴ്സിംഗിനെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക, ഇപ്പോൾ നഴ്സിംഗിന് താല്പര്യപ്പെട്ട് +2 പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ പറയാം. മാം ഒരു കാര്യം, ഈ മിലിറ്ററി നേഴ്സിന് മാത്രല്ലേ ഈ റെഗുലർ മാൻഡേറ്ററി ആയിട്ടുള്ളത്? മിലിറ്ററി നേഴ്സിന് മാത്രല്ലേ റെഗുലർ ആയിട്ടുള്ളത്, റെഗുലർ +2 മാൻഡേറ്ററി ആയിട്ടുള്ളത്? അതെ 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 അതെ. ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റേ NIS പോലുള്ളത് കുഴപ്പമില്ല കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് എഴുതാനായിട്ട് 17 വയസ്സ് കഴിഞ്ഞവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏതിനാ? ഈ MNC മറ്റേ മിലിറ്ററി നേഴ്സിനോ? അതൊഴികെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടില് ഏതാ? ഈ MNC ഒഴികെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എൻട്രൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞല്ലോ 17 ഏജ് കഴിഞ്ഞവർക്ക് പറ്റില്ല. 17 ഏജിന് മുന്നും ശേഷം ആ 17 ഏജ് ആയിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. PGIMER ഞാൻ പറഞ്ഞായിരുന്നു. അതായത് 1 സെപ്റ്റംബറിനുള്ളിൽ 17 വയസ്സ്. അപ്പൊ അതായത് നമ്മളിപ്പോ നിലവിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ വേറെ അതല്ലാതെ വേറെ പറഞ്ഞല്ലോ, ഈ എന്താ 17 വയസ്സ് ആവണം, 17 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. അത് എത്ര നമുക്ക് ഏജ് വരെ ഉണ്ടോ? ഏതാണ്? അതിന് എത്ര ഏജ് വരെ ഉണ്ടെന്നുണ്ടോ ലിമിറ്റ്? നിംഹാൻസിൽ നമുക്ക് 17 മുതൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. 17-നും 25-നും കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല നിംഹാൻസില്. വേറെ ഏതൊക്കെയാ? വേറെ നമുക്ക് ഡിസംബർ 31-നുള്ളിൽ ജാമ്യ ഹംദർദിലാണെങ്കിൽ ഡിസംബർ 31-നുള്ളിൽ ആണ് ഏജ് കണക്കാക്കുന്നത്. അത് 17 വയസ്സായിരിക്കണം. അതായത് 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നേ പറയുന്നുള്ളൂ. 17 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് എന്നുള്ളതല്ല, കംപ്ലീറ്റ് ആയിരിക്കണം. ഡിസംബർ 31-നുള്ളിൽ 17 വയസ്സായിരിക്കണം. എത്ര വയസ്സ് വരെ ഉണ്ടാവുമല്ലോ? ഏതാ? ലിമിറ്റ് ഉണ്ടാവുമല്ലോ. 17 വയസ്സ് കഴിഞ്ഞിരിക്കണം, എത്ര വയസ്സ് വരെ ഉണ്ടെന്നുള്ളതുണ്ടോ? ഇല്ല, അങ്ങനെ പറയുന്നില്ല. കേരളത്തിലെ ഏജിന്റെ പ്രശ്നമുണ്ടോ? കേരളത്തിലെ ഏജിന്റെ പ്രശ്നം 17 വയസ്സ് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പർ ഏജ് ലിമിറ്റ് കേരളത്തിലില്ല. ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് +2 ഇപ്പൊ കൊമേഴ്സ് എടുത്ത ആള് പിന്നെ ബയോമാക്സ് എടുത്ത് രണ്ടാമത് NIS ഇത് ചേഞ്ച് ചെയ്തെടുത്ത് വീണ്ടും എൻട്രൻസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നല്ലോ ഉള്ളൂ. അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ 2 വർഷം ഇവർക്ക് ബയോളജിയുമായിട്ട് യാതൊരു ടച്ച് ഉണ്ടാവില്ല. അപ്പൊ ഇവര് നഴ്സിംഗിന് പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാല് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് അനാട്ടമി, ഫിസിയോളജി കാര്യങ്ങൾ അതെല്ലാം വരുമ്പോഴേക്കും ഈ 2 വർഷം ഇതുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം 6 മന്ത് കോഴ്സ് ആയിരിക്കുമല്ലോ. എന്തോ
NIS എന്ന് പറയുന്നത് 6 month കോഴ്സ് ആയിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ ഇവർക്ക് ഇത് ജസ്റ്റ് പാസ് ആവുക അല്ലെങ്കിൽ ഈ ഒരു 50% മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്ക് എഴുതുക എന്നുള്ള ഇതിനേക്കാളും ഈ 2 വർഷം പ്ലസ് ടുവിന് പഠിച്ച രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കുമല്ലോ. അത് 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 ഇതിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളൊരു ജോലി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന ആള് ഇതിലേക്ക് വരുന്നതെന്ന് പറയുമ്പോഴും അതായത് നമ്മളിങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അതൊരു ഇഷ്യൂ ആയിരിക്കും. പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്ക് അതൊരു മടുപ്പ് വരാനായിട്ടുള്ള സാധ്യത. ഇപ്പൊ സ്വാഭാവികമായിട്ട് 10th കഴിയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒന്നിൽ കൊമേഴ്സിലെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള എടുക്കുള്ളൂ. അപ്പൊ നമ്മള് ആ നഴ്സിംഗ് ഫീൽഡിൽ നഴ്സിംഗ് എന്നുള്ളത് ചിലപ്പോ നമ്മൾ ആ ഒരു മൊമെന്റ് നമ്മൾ ഓർക്കില്ല. അതിനുശേഷം ഒരിക്കൽ നമ്മൾ അയ്യോ നഴ്സിംഗിന് പോയ ആഗ്രഹം, ആ ഒരു ആഗ്രഹം നമുക്ക് അതിന് ശേഷമായിരിക്കും തോന്നിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്തെടുക്കാൻ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ഒരു ഓപ്ഷൻ പിന്നെ ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണോ ഉള്ളത്? ബയോളജി എക്സ്ട്രാ നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത്. പക്ഷെ നമുക്ക് അതിനോടൊരു താല്പര്യവും കൂടി ഉണ്ടാക്കി എടുക്കുക. അതായത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേയും കൂടി ഒരു കുട്ടിയുടെ പേരന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്തിട്ട് ഒരു വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷമാണ് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, അതായത് ഒരു 85-90 അടുത്ത പെർസെന്റേജ് ഓഫ് മാർക്ക് ഉണ്ടായി അവന് ഇഷ്ടത്തിന് തന്നെ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്ത പയ്യനാണ്. പക്ഷെ എനിക്കിത് വേണ്ട, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് പാരാമെഡിക്കൽ പഠിച്ചാൽ മതി. എന്നെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി പോണോ റേഡിയോളജി എടുക്കണോ, ഈ 2 കോഴ്സിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഇങ്ങനെ കുറെ എഞ്ചിനീയറിംഗിന് പോകുന്ന പല കുട്ടികളും അത് ഡ്രോപ്പ് ചെയ്തിട്ട് പാരാമെഡിക്കലിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മള് പ്ലസ് ടു കഴിഞ്ഞിട്ടാണല്ലോ, ഇപ്പൊ സാറ് ചോദിച്ച പോലെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അങ്ങനെയുള്ള ഒരു ആഗ്രഹം തോന്നിയത്. നോ, നമുക്ക് ആഗ്രഹം തോന്നേണ്ടത് കുറച്ചും കൂടി മുന്നെയാണ്. നമ്മള് സ്ട്രീം സെലക്ട് ചെയ്ത ടൈമിലാണ് നമുക്ക് തോന്നേണ്ടത്. സമയം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷെ ഇനിയുള്ള പേരൻസ് ആണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഇപ്പൊ സീഡാറ്റ് പോലെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കുട്ടികളുടെ ഒരു അഭിരുചി കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു 6 മാസം അവർ NIOSന് പോയിട്ട് എക്സ്ട്രാ ബയോളജി പഠിച്ചിട്ട് അങ്ങനെ അതിന്റെ ആവശ്യം വരില്ല. നമുക്ക് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ജോലി സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ ചൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഉണ്ട്. ഇനിയിപ്പോ ഇതൊരു ഓപ്ഷനാണ്, സാറ് പറഞ്ഞത് ശരിയാണ്, നമുക്ക് NIOS വഴി ബയോളജി എടുക്കാം, ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിലപ്പുറം നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുന്ന ജോലി ഏത് രീതിയിലായിരിക്കും, നമുക്കത് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യവും കൂടെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ആ ഒരു കോഴ്സ് എടുക്കാനായിട്ട്. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് എടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഒരു ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് 99% പേരൻസും കുട്ടികളും ഇത് ചൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പഠിക്കാനും കൂടി പറ്റണം, നമ്മളത് ഇഷ്ടത്തോടെ നമ്മൾ ആ ജോലി ചെയ്യാനും കൂടി പറ്റണം. നമ്മുടെ ചുറ്റും കാണുന്ന ആളുകൾ പലരും ഈ പറയുന്ന പോലെ അവരുടെ ഫാമിലിയെ സെറ്റിൽ ആക്കിയിട്ടുണ്ടാവാം, അവര് സെറ്റിൽ ആയിട്ടുണ്ടാവാം ഇതെല്ലാം വെച്ചിട്ട്. പക്ഷെ അവര് മേ ബി അവർ പാഷനേറ്റ് ആയിട്ട് അത് ചെയ്തത് കൊണ്ടായിരിക്കാം. നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ UK പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകുന്നു, അവിടെ പേരൻസിനെ കൊണ്ടുപോകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യാതെ ഇനി അത് ഇഷ്ടത്തോടെ തന്നെ നമുക്ക് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല നഴ്സിംഗ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കും വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണെന്ന്. ഒരുപാട് അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് കുത്തിയിരുന്ന് എഴുതേണ്ടി വരും, നന്നായിട്ട് തിയറിയും പഠിക്കേണ്ടി വരും. അതായത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് പ്രാക്ടിക്കൽ മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപാട് കുട്ടികൾക്കുണ്ട്. അങ്ങനെയല്ല, എഴുതി മടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തിയറിയും അതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് തിയറിയും പഠിക്കേണ്ടത്. അപ്പൊ ഇത് ഇവരുടെ ഒരു ഈ പറഞ്ഞ കോളിംഗ് അങ്ങനെ അവർക്ക് അതുപോലത്തെ ഒരു ഇഷ്ടത്തിന് തോന്നിയിട്ട് അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അവരെ നഴ്സിംഗിന് വിടുക എന്നേ ഉള്ളൂ ഞാൻ പറയുള്ളൂ. അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് ചോയ്സ് നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വന്നിട്ട് അവര് ഒരു ഫെയിലിയർ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. നമുക്കിതിനും നല്ല മാർക്കോട് കൂടി പാസ്സായാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് നല്ല രീതിക്കുള്ള ജോലി കിട്ടുകയും പുറത്തേക്ക് പോകാനും ഒക്കെ പറ്റുള്ളൂ. നാട്ടില് നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് എക്സ്പീരിയൻസും കൂടെ വന്ന് നമ്മൾ ഏത് രാജ്യത്ത് പോകാനായിട്ട് തീരുമാനിക്കുന്നോ അവിടുത്തെ ടെസ്റ്റുകളും ലാംഗ്വേജ് ടെസ്റ്റുകളും ഒക്കെ പാസ്സായാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ അതിനുശേഷമുള്ള ആ ഒരു ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു 6 മാസം എക്സ്ട്രാ പോട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവർക്കൊരു ഇന്നർ പൊട്ടൻഷ്യൽ, ഒരു ഇൻബോൺ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ അതിനെ മനസ്സിലാക്കി അവരുടെ അഭിരുചി മനസ്സിലാക്കി അതിലേക്ക് അവരെ തിരിച്ചു വിടുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. AMC AFMC അതിന് ഏജ് ലിമിറ്റ് എടുക്കുന്നത് AFMC ഹലോ മിലിറ്ററി നഴ്സിംഗിനാ അതെ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഒബിയസ്ലി ഉണ്ടാകും. കാരണം അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരാകുമ്പോഴത്തേക്കിനും അവർക്ക് കറക്റ്റ് 17 വയസ്സ് തന്നെ ആവാൻ പാടുള്ളൂ. ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾ തന്നെ ആവാൻ പാടുള്ളൂ. അതെ. ഇനി വേറെ സംശയം, നമ്മളിത് പാസ്സായി AFMC നഴ്സിംഗ് പാസ്സായതിനു ശേഷം നമുക്ക് ഒഴിവാക്കി വിദേശത്ത് പോകണം വെക്കാം. അപ്പൊ നമ്മൾ ഒഴിവാകുമ്പോ അങ്ങനെ സാധിക്കുമോ? അങ്ങനെ പറ്റത്തില്ല. പിഴ കൊടുത്താൽ ഫൈൻ അടച്ചാൽ അവിടെ നമ്മളെ 1 രൂപ പോലും ഫീസ് വാങ്ങിക്കാണ്ട് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ അവിടെ ജോലി തന്ന് നമ്മളെ ഇന്ത്യൻ മിലിറ്ററി സർവീസിലേക്ക് നമ്മളെ എടുക്കുകയാണ്. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ആകാതെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല. ഫൈൻ അടച്ചാൽ, അവര് പറഞ്ഞ ഫൈൻ അടച്ചാൽ ഫൈൻ ഉണ്ടാവും. അത് നമ്മളിപ്പം എൻട്രിയുടെ ആ ഒരു ലാസ്റ്റ് ഫൈനൽ ലെവലിൽ വന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫൈൻ ഉണ്ടാവും. ഫൈൻ അടച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതാ ചോദിച്ചു. ഓക്കെ, സോറി. ശരി മാം. ഓ. അതുപോലെ ഇപ്പം കേരളത്തില് സെൽഫായിട്ട്, അതായത് ഒരു കോളേജ്, ഏതെങ്കിലും കോളേജ് അതിൻ്റെതായ സൈറ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഡിഗ്രിക്കൊക്കെ ഇപ്പം ഒരു അഫിലിയേറ്റഡ് കോളേജ്, ഫറൂഖ് കോളേജൊക്കെ പോലത്തെ ഒരു കോളേജിന് സ്വന്തമായിട്ടൊരു സൈറ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ ഉള്ള ഏതെങ്കിലും നഴ്സിംഗ് കോളേജുകൾ ഉണ്ടോ? അതിന് മാത്രം വേറെ അപ്ലൈ ചെയ്യണ്ടേ? ഇല്ല, നമുക്ക് കേരളത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBSന്റെ അണ്ടറിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വരുന്നത്. എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് മാനേജ്മെന്റ് സീറ്റ്സും അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 7127 സീറ്റിനകത്ത് നേരെ പകുതി സീറ്റുകൾ മാത്രമാണ് നമ്മുടെ LBS ത്രൂ നികത്തുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ. ബാക്കി സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകൾ വരുന്നുണ്ട്. അതിന് അവർക്ക് മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനും പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും ഉണ്ട്. അപ്പൊ അസോസിയേഷന്റെ വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. രീതിയിൽ ഇല്ല അല്ലെ? എന്തോ? അല്ലാണ്ട് ഒരു കോളേജിന് എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ലല്ലോ? ഇല്ല, കോളേജിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് അറിയില്ല. NRI സീറ്റുകളൊക്കെ വരുന്നത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എടുക്കാന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ശരിക്കും ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഈ ഒന്നുകിൽ നമ്മൾ LBSൽ വെക്കുക, LBSന്റെ ത്രൂ കിട്ടുന്നെങ്കിൽ കിട്ടുക, അതല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഒരു 53 കോളേജുകളുടെ ഒരു അസോസിയേഷൻ ആണത്. അതുപോലെ ഒരു 38ഓളം കോളേജുകളുടെ വരുന്ന ആ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന അസോസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം വരും. ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പൊ അത് ഏതൊക്കെ ഈ ഇപ്പം പറഞ്ഞ പോലെ പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ ഒരു അസോസിയേഷന്റെ അത് ഞാൻ അറിയാം. പക്ഷെ PNC MAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ വേറെ അത് മാത്രമാണോ? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട്? ഇല്ല, നമുക്കിപ്പോ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും മതി. പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കേരള എന്ന് ഗൂഗിൾ ചെയ്താലും അവരുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കൊടുത്താലും അതിന്റെ കീഴിലുള്ള കോളേജുകൾ വരും. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ഓഫ് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ഏത് അസോസിയേഷനിലെ മാനേജ്മെന്റ് സീറ്റുകളാണെങ്കിൽ പോലും 95 ജനറൽ കാറ്റഗറിക്ക് പ്രത്യേകിച്ചും 95% വരെയൊക്കെ മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളൂ, മാനേജ്മെന്റ് സീറ്റുകളാണെങ്കിലും. കാറ്റഗറി റിസർവേഷൻ നമുക്ക് മാത്രമേ ഉള്ളൂ, പിന്നെയും കുറച്ചും കൂടി മാർക്കിനെ വരുവുള്ളൂ. മാം, കേരളത്തിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ 300 മാർക്ക് വേണം പറഞ്ഞില്ലേ? ആ 300 മാർക്ക് +2ലാണോ വേണ്ടത്? +2ല് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിലാ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മൊത്തത്തിലുള്ള മാർക്ക് നോക്കിയിട്ട് അവരൊരു മാർക്ക് അത് ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന ഒരു മാർക്ക് ഉണ്ട്. ആ ഒരു മാർക്കാണ് 300ൽ എത്ര എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് ആഡ് ചെയ്ത് വരുന്നതല്ല, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. LBSൽ പ്രയോറിറ്റി ആർക്കേക്കാരം അഡ്മിഷൻസ് കിട്ടാന്? OBCക്കാർക്കൊക്കെ അങ്ങനെയില്ല, നമുക്ക് ഓരോന്നിനും റിസർവേഷൻ ഇത്ര % റിസർവേഷൻ എന്നുള്ളതുണ്ടല്ലോ. ഇപ്പൊ
മുസ്ലിം റിസർവേഷൻ ഉണ്ട്, ഈഴവ റിസർവേഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ റിസർവേഷൻ എത്ര പെർസെന്റേജ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് വരും. അന്നേരം ഇത്ര പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്, അല്ലെങ്കിൽ ഇത്ര പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഈഴവയ്ക്ക്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു SC-ക്ക് ST-ക്ക് അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ കാറ്റഗറി വൈസ് റിസർവേഷൻ എത്ര പെർസെന്റേജ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടേ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ജനറലിൽ കയറിപ്പോകും. ഓക്കെ. മാഡം, നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലായാലും ഗവൺമെന്റ് ആയാലും എല്ലാവരും നീറ്റ് എഴുതി അതിന്റെ ലിസ്റ്റിൽ ഉണ്ടാവണമെന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയില്ല. നമുക്കിപ്പം കേരളത്തിന് പുറത്തുള്ള ചില സ്റ്റേറ്റുകളിൽ നീറ്റിന്റെ ബേസിനാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ നീറ്റിന്റെ സ്കോർ നോക്കുകയുള്ളൂ. ഇപ്പൊ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടകയുടെ എൻട്രൻസ് എക്സാം ഉള്ളതുകൊണ്ട് അതിന്റെ ബേസിലാണ്, ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ സ്ഥാപനങ്ങളിൽ, അപ്പൊ സാറ് അത് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോ മിലിറ്ററി നഴ്സിംഗിനാണെങ്കിൽ നമുക്ക് നീറ്റിന്റെ ബേസിലായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ജിപ്മറിൽ വരുന്നത് നീറ്റിന്റെ ബേസിലായിരിക്കും. അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ നീറ്റിന്റെ ബേസിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ. കേരളത്തിലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളും അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അവിടെ നീറ്റ് LBS LBS നമ്മുടെ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, അല്ലാതെ നമുക്ക് നീറ്റിന്റെ ബേസിലല്ല. നമ്മളെ എയിംസിലെ BSc നഴ്സിംഗ് അഡ്മിഷൻ മോഡ് ഒന്നുകൂടെ പറയൂ, കേട്ടില്ല നേരത്തെ. എക്സാം പാറ്റേൺ ആണോ വേണ്ടത്? അതല്ല, അഡ്മിഷൻ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അവിടെ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു ടൈമില് ആപ്ലിക്കേഷന്റെ പ്രോസസ് നമ്മൾ ഫസ്റ്റ് നമുക്കൊരു 2-3 ദിവസം ഉണ്ടാവും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു കോഡ് അവരുടെ ഇമെയിലിലേക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫൈനൽ രജിസ്ട്രേഷനകത്ത് നമ്മുടെ സ്കാൻഡ് കോപ്പീസ് ഒക്കെ, അതായത് ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, റിസർവേഷന്റെ ആ ഒരു സംഭവങ്ങളും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ഫീ പേയ്മെന്റും നമ്മുടെ സിറ്റി ഏതാണോ അതിന്റെ ചോയ്സും കൊടുക്കാം. അങ്ങനെയാണ് ആ ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നമ്മൾ aimsexams.ac.in എന്നുള്ള വെബ്സൈറ്റ് ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമാണ് എൻട്രൻസ് എക്സാം വരുന്നത്. ആദ്യം എൻട്രൻസ് വരുന്നത് നീറ്റ് അല്ല, പരിഗണിക്കുന്നത് എയിംസ്. എന്തോ എയിംസിൽ നീറ്റിന്റെ സ്കോർ അല്ലേ പരിഗണിക്കുന്നത്? BSc നഴ്സിംഗിന് എയിംസിന് എൻട്രൻസ് എക്സാം ഉണ്ട്. എയിംസിന് ഒറ്റ ഒരു പേപ്പർ ഉണ്ടാവുള്ളൂ. 2 മണിക്കൂറുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ GK. അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാർച്ച് എക്സാം കഴിഞ്ഞിട്ടാണ് വരാറ് സാധാരണ? എക്സാം കഴിഞ്ഞിട്ടാ വരുന്നത്. ഓക്കെ, താങ്ക് യു. മാം, നമുക്ക് 10:30 വരെ ആയിരുന്നു പറഞ്ഞ ടൈം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. വാട്സപ്പിലോ എന്നോട് എൻക്വയറി ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. നമ്പർ എവിടെ നിന്ന് കേട്ടപ്പോ? നമ്പർ മാമിനിപ്പോ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇത്രയും അടിപൊളിയായിട്ട് എടുത്തു തന്ന തെസ്നി മാമിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും എല്ലാ സൺഡേസിലും ഓരോ ടോപ്പിക്കുമായി സിജി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓരോ വീക്കിലെ ടോപ്പിക്കും അതേപോലെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആയിരിക്കും എത്തുന്നത്. പിന്നെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.